പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഈ ചൂട് സമയത്ത് ഭയങ്കര ദാഹോഷിക്കണമൊക്കെ അല്ലേ, ചൂടും നോമ്പും ഒക്കെ. അപ്പോൾ അതിന് പറ്റിയ നല്ല ഒരു കിടിലൻ ജ്യൂസാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. എത്ര കുടിച്ചാലും മതി വരാത്ത നല്ല സൂപ്പർ ഒരു നമ്മുടെ ജ്യൂസ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം. അതിനായിട്ട് ഞാനിവിടെ പൈനാപ്പിൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും എടുക്കുന്നില്ല, ഞാൻ ആവശ്യത്തിനുള്ളത് രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പൈനാപ്പിൾ എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നല്ല തണുത്ത വെള്ളം തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നല്ലപോലെ ഒന്ന് അടിച്ച് എടുത്ത് നമുക്കതിൻ്റെ പാലൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതാ നമുക്കൊന്ന് തേങ്ങ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും അതുപോലെ തന്നെ ഹൈപ്പും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ്റെ ചാനലൊന്ന് സബ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ തേങ്ങ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാനൊരു നല്ല കോട്ടൺ തുണിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ തേങ്ങ അരച്ചതെടുത്ത് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള പാലാണ് നമ്മളിവിടെ പിഴിഞ്ഞെടുക്കുന്നത് കേട്ടോ. ഇതിനൊരു പ്രത്യേക ഫ്ലേവറാട്ടോ ഈ ജ്യൂസിന്. നല്ല ടേസ്റ്റാണ്. ഒരിക്കൽ കുടിച്ചാൽ നമ്മളിങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും. അത്ര ടേസ്റ്റായിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാൽ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെ എടുത്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് അതേ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്ലീൻ ചെയ്ത് പൈനാപ്പിളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എത്ര നിങ്ങൾക്ക് ജ്യൂസ് വേണമെന്ന് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പൈനാപ്പിൾ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര. അപ്പോൾ ഈ പൈനാപ്പിളിന് ആവശ്യത്തിന് മധുരമുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 നമ്മുടെ പുതിന ഇല ഇട്ട് കൊടുക്കാം. കുറച്ച് ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാം. ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കാം. തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അടിച്ചെടുത്ത ജ്യൂസ് ഇനി ഗ്ലാസ്സിലേക്ക് നമുക്കൊന്ന് പകർത്തിയെടുക്കാം. അപ്പോൾ എത്ര കുടിച്ചാലും മടുക്കത്തില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് ഇഷ്ടമാണ് ഇത് കുടിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരല്പം പുതിനയില ഇതിൻ്റെ മണ്ടയ്ക്കൊന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇതൊക്കെ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ അതാ ഇതിനി ഇത് തണുപ്പും ആ തേങ്ങാപ്പാലും ആ നമ്മുടെ പൈനാപ്പിളിൻ്റെ എല്ലാ ഫ്ലേവറും കൂടിയിട്ട് അടിപൊളിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും എല്ലാവർക്കും ബൈ.